എറണാകുളം കണ്ണമാലിയിലും പരിസര പ്രദേശങ്ങളിലും കടലേറ്റം രൂക്ഷം. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആലപ്പുഴ, കൊച്ചി രൂപതകളുടെ ഉപവാസ സമരം തുടങ്ങി. 2 രൂപതകളിലെയും 100ഓളം വൈദികരാണ് ഉപവാസത്തിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി സെയ്ഫുനിസ അലിയാരാണ് നമുക്കൊപ്പം ചേരുന്നത്. സെയ്ഫുനിസ, ശക്തമായ രീതിയിലുള്ള കടലാക്രമണം കഴിഞ്ഞ 10-20 ദിവസമായ മനുഷ്യർ ദുരിതക്കയത്തിലാണ്. ഇപ്പോൾ സഭയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? ഏത് വിധത്തിലാണ് സമരം? ഇത്തവണ കാലവർഷം നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു അപ്രതീക്ഷിതമായ ഒരു ദുരിത പെയ്ത്തിലേക്കായിരുന്നു ഈ പശ്ചിമ തീരദേശവാസികളും എത്തിപ്പെട്ടത്. 1 മാസത്തിലേറെയായി ഇവരുടെ ഈ കഷ്ടപ്പാടും ദുരിതവും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു രീതിയിലുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഒരാഴ്ചയ്ക്കകം തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കളക്ടർ പറഞ്ഞെങ്കിലും അതിനുള്ള ഒരു നടപടികളും ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഉപവാസ ധർണയിലേക്ക് ഇപ്പോൾ തീരദേശവാസികളും ഒപ്പം തന്നെ കൊച്ചി, ആലപ്പുഴ രൂപതയിലെ വൈദികരും എത്തിയിരിക്കുന്നത്. ശക്തമായ ഉപവാസ ധർണയാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെ നീളുന്ന ഉപവാസ ധർണയാണ്. 4 മണിക്ക് ശേഷം ഈ പള്ളുരുത്തിയിലെയും ഒപ്പം തന്നെ തോപ്പുംപടി സാന്തോം ജംഗ്ഷനിലെയും ബഹുജന റാലികൾ കൂടി ഈ ഭാഗത്തേക്ക് എത്തും. ഇവിടെ ഇത് തോപ്പുംപടി പാലത്തിനോട് തൊട്ട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഈ ധർണ നടക്കുന്നത്. വൈകിട്ട് ഈ ഭാഗത്തേക്ക് 100 കണക്കിന് ആളുകളാകും എത്തിച്ചേരുക, പ്രദേശവാസികൾ ഉൾപ്പെടെ. അപ്പോൾ ഇതിന് ശക്തമായ സമരത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ഈ പ്രദേശവാസികളുടെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വൈദികർ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസം നടത്തുന്നത്. ഫാദർ, ചില നിവാസികളുടെ പ്രശ്നങ്ങൾ ഒരു രീതിയിൽ പരിഹാരം ടെട്രാപോഡ് ട്രിപ്പിൾ പരിഹാരം കണ്ടാണ്. പക്ഷെ അത് മുതൽ പുത്തൻതോട് മുതൽ ഇങ്ങോട്ട് വീണ്ടും ദുരിതം അനുഭവിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. എത്തരത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും ഈ പ്രശ്നങ്ങൾക്ക്? കണ്ടക്കടവ്, ചെല്ലാനം, അതുപോലെ തന്നെയുള്ള ടെട്രോപാഡ്, ശക്തമായിട്ടുള്ള ടെട്രോപാഡ്, അത് മനുഷ്യർക്ക് ജീവിക്കാൻ അതിന് സുശക്തമായ കടൽ ഭിത്തി സ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അവിടെ ചെയ്തു എന്നതുകൊണ്ട് ഇപ്പുറത്തേക്ക് കൂടുതൽ ശക്തമായിട്ടാണ് കടൽ കയറുന്നത്. ആ ദുരിതമാണിപ്പോൾ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുശക്തമായ കടൽ ഭിത്തി നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. മനുഷ്യർക്ക് അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിക്കൊണ്ട് അവർക്ക് ജീവിക്കാം. ഒരു സൂചന സമരം മാത്രമാണോ ഫാദർ? സൂചന സമരം മാത്രമാണോ? അതെ, ഇത് തുടരും ഞങ്ങൾ തുടരും തീർച്ചയായിട്ടും. കാരണം ഇത് നേരത്തെ മുതലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. പലതവണ ഇതിൻ്റെ നിവേദനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ, ഞങ്ങൾ ബിഷപ്പുമാരായാലും നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോലും കൊടുത്തായി. കഴിഞ്ഞ പ്രാവശ്യം അവർ വാർഷികം ആഘോഷിച്ചപ്പോൾ, അവരുടെ ഭരണത്തിന് 4ാം വാർഷികം ആഘോഷിച്ചപ്പോഴും മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പിതാവും ആലപ്പുഴ പിതാവും അതുപോലെ കടലിൻ്റെ പ്രതിനിധികളുമൊക്കെ ആയിട്ട് പോയി കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കണ്ട് വീണ്ടും നിവേദനം അർപ്പിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമൊക്കെ ഇതിൻ്റെ കടൽ ക്ഷോഭമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സമയത്തൊക്കെ അറിയിച്ചിരുന്നതാണ്. അവർക്ക് ഇത് കാണുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ തീരത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അതിർത്തിയാണ് തീരം. ഈ തീരം സംരക്ഷിക്കാനായിട്ട് എന്താ അവകാശമില്ല, അധികാരമില്ല. മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് അതിന് ചൈനക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അഫ്ഗാനിസ്ഥാൻകാരോ പാകിസ്ഥാൻകാരോ ഒക്കെ നമ്മുടെ അതിർത്തി വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവർ ഓഡിറ്റൊന്നും ഇല്ലാതെ എത്ര പണങ്ങളും വേണ്ടി ചെലവഴിക്കും. പക്ഷേ ഈ രാഷ്ട്രത്തിൻ്റെ അതിർത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മാറ്റി നമ്മൾ മാപ്പ് വരയ്ക്കേണ്ടി വരും, ഇന്ത്യയുടെ മാപ്പ് മാറി വരയ്ക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തുവാനാണ് വൈദികരുടെയും തീരുമാനം. കാരണം ഈ വിലാപങ്ങളെല്ലാം കേൾക്കുന്നത് ഇവരാണ്. എന്നാലും വൈകിട്ട് കോട്ടപ്പുറം രൂപത മെത്രാന്റെ നേതൃത്വത്തിലാണ് ഈ ഉപവാസ ധർണയ്ക്ക് സമാപനം കുറിക്കുന്നതെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ബഹുജന റാലികൾ ഇവിടെ വന്ന് സംഗമിക്കുന്നതോടുകൂടി അതൊരു വലിയ പ്രതിഷേധ കടലായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്.